ഹോംവർക്ക് ചെയ്യാത്തതിന് 3-ാം ക്ലാസ്സുകാരനെ അധ്യാപകർ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കൊല്ലം ചാത്തനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. പോലീസോ ചൈൽഡ് ലൈനോ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പിതാവ് പറയുകയാണ്. അരുൺ രാജ് വിവരങ്ങൾ വച്ചിരുന്നു. അരുൺ, കുട്ടിയുടെ ദേഹത്തൊക്കെ തല്ലുകൊണ്ട് വലിയ പാടുകളുണ്ട്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ ഹോംവർക്ക് ചെയ്യാത്തതിന് ആരാണ് ഇങ്ങനെ മർദ്ദിച്ചത്? അരുൺ, അശ്വിനി, ഒട്ടും നീതീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ്. കാരണം ആ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാകും. കാരണം ആ കുഞ്ഞിന്റെ തുടഭാഗത്ത് അതിക്രൂരമായ രീതിയിലാണ് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനമേറ്റിട്ടുള്ളത്. ഡിസംബർ 11-നാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ സ്കൂള്. MSM ചാത്തനാംകുളം സ്കൂളിലാണ്. ഈ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യാത്തതിനാണ് മലയാള അധ്യാപകന്റെ ഭാഗത്ത് ഇത്തരം ക്രൂര മർദ്ദനം ഉണ്ടായതായി ഇപ്പോൾ ഈ മാതാപിതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. നമ്മളോടൊപ്പം ഈ കുട്ടിയുടെ പിതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? മകൻ വീട്ടിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വരുന്നതും കൊണ്ടുവിടുന്നത്. അപ്പം ട്യൂഷൻ 4:45 ട്യൂഷൻ വിടുന്നതിന് മുന്നായിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇവനെ കുളിപ്പിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കുഞ്ഞു മക്കളല്ലേ, അപ്പം ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി 3 പേര്, മൂത്ത ആള് സ്വന്തമായിട്ട് കുളിച്ചോളും. ഈ സ്കൂളിൽ തന്നെ, ഇതേ സ്കൂളിൽ തന്നെ. മൂത്ത ആൾ 5-ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾക്കാണ് ഈ അടി കിട്ടിയിരിക്കുന്നത്. 3-ാമത്തെ ആൾ 1-ാം ക്ലാസ്സിൽ. 3 മക്കൾ ഇതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിക്കാൻ അവൻ ഒരു തരത്തിൽ വരുന്നില്ല. സാധാരണ അവൻ തന്നെ വരുന്നില്ല. അങ്ങനെ ഞാൻ ബലം പ്രയോഗിച്ച് നിക്കർ ഊരിച്ചപ്പോഴത്തേക്ക് പൊട്ടി കരഞ്ഞു. കുഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഏങ്ങലടിച്ച് കരയുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചോര പൊടിഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ എന്താ മക്കളെ പറ്റി, എനിക്ക് മനസ്സിലായി കണ്ടപ്പോഴേ അടി കിട്ടിയതെന്ന്. അപ്പം ഞാൻ അന്നേരം തന്നെ ഇവനെ ബാത്റൂമിൽ നിന്ന് വലിച്ചിറക്കി നേരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ DMO, പിന്നെ അവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്ന 2-3 ഡോക്ടേഴ്സ്, ലേഡി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, മെയിൽ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അവർ എനിക്ക് മെഡിക്കൽ മർദ്ദിച്ചതെന്ന് ഞാൻ അവനോട് പിന്നീട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, വാപ്പി എന്റെ 2 കൈയും ഡെസ്കിന്റെ മുകളിലോട്ട് പിടിച്ചു വെച്ച് കൈ, എന്നിട്ട് ഈ അധ്യാപകൻ അവന്റെ കൈയുടെ പുറത്ത് കൈ വെച്ച് തപ്പിപ്പിടിച്ച്. സാധാരണ എനിക്കൊക്കെ അടി കൊണ്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കും. പക്ഷെ നമ്മൾ കൈ കൊണ്ട് തടയും. ഇത് തടയാൻ അവനെ അനുവദിച്ചില്ല. എന്നിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അടിച്ചിരിക്കുക ഒരേ ഭാഗത്ത് തന്നെ. അതുകൊണ്ടാണ് ഇത് ആ തൊലി ഉരിഞ്ഞു പോയത്. ബ്ലഡ് ഓസിംഗ് ഫ്രം ലെഫ്റ്റ് പഠിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്. ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നു? സ്കൂളിൽ നിന്ന് വിളിക്കുകയല്ല. പിറ്റേന്ന് 12-ാം തീയതി രാവിലെ 7 മണി തൊട്ട് 3 സെറ്റ് ഓഫ് വിസിറ്റേഴ്സ് എന്റെ വീട്ടിൽ വന്നത്. അതിലറിയാവുന്ന 2-3 പേരുണ്ടായിരുന്നു, അധ്യാപകർ 2-3 പേരുണ്ട്. എന്റെ മകനെ പഠിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു, മറ്റ് മാനേജ്മെന്റ് സ്റ്റാഫുകളുണ്ടായിരുന്നു, മാനേജ്മെന്റ് ഇറ്റ്സെൽഫ് അവരുണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, ഒരു തരത്തിലുള്ള കാര്യത്തിന് ഞാൻ നിൽക്കത്തില്ല, എനിക്ക് ഇത് നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. കാരണം എനിക്കുണ്ടായ എന്റെ മകനുണ്ടായ ട്രോമ എന്ന് വെച്ചാൽ അത്ര വലുതാണ്. അവന് എന്നെ ഒഴിച്ച് വേറെ ആരെ കണ്ടാലും പേടിയാ. ഇപ്പോഴാ കുഞ്ഞൊന്ന് വന്നിട്ട് പറഞ്ഞു, മാനേജ്മെന്റ് അത് നമുക്ക് പറ്റിപ്പോയി, ക്ഷമിക്കണം, ഇതൊന്നും കേസ് പ്രശ്നങ്ങൾ വേണ്ട, ഇത് നമുക്ക് ഒതുക്കി തീർക്കാന്നുള്ള രീതി തന്നെ അവർ വന്നത്. ഞാൻ സമ്മതിച്ചില്ല. രണ്ടാമത് വീണ്ടും ഇത് എന്നെ അറിയാവുന്നതും മാനേജ്മെന്റ് അറിയാവുന്നതും ആയിട്ടുള്ള കുറച്ച് ആളുമായിട്ട്, അത് അങ്ങനെയാണല്ലോ ഇവരെ നീക്കം. വീട്ടിൽ വന്ന് വീണ്ടും ഞാൻ മക്കളെ പോലും കാണിച്ചില്ല. കാര്യം അവന്മാർക്ക് 3 പേരും പേടിച്ചു പോയി ഇത് കണ്ടിട്ട്. എന്റെ 3 മക്കളും പേടിച്ച്. ഈ 8 വയസ്സുള്ളവനും 10 വയസ്സുള്ള 1 വയസ്സിന്റെ ഒക്കെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ ചോദിക്കുന്നത് മാത്രമല്ല, എനിക്കിത് വ്യക്തിവൈരാഗ്യമല്ല ഇതിനകത്ത്. ഇതൊക്കെ എങ്ങനെ ഒതുക്കി തീർക്കണം? അവര് സെറ്റിൽമെന്റ് ആണെന്ന്. നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായി തന്ന് ഒതുക്കാം. അവസാനം അതല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ മാനസിക പ്രശ്നവും മെന്റൽ ട്രോമയും ഇവരെങ്ങനെ പരിഹരിക്കും? ഇപ്പോഴും ആ മെന്റൽ ട്രോമയും തിരിച്ചു വന്നിട്ടില്ല. അവന് എങ്ങനെ വരാൻ പറ്റും? FIR എടുത്തിട്ടുണ്ടോ പോലീസ്? ഇതുവരെ FIR എടുത്തിട്ടില്ല. എന്താ പറയുക? പോലീസ് പറയുന്നത് കോടതിയുടെ ഒരു സർക്കുലർ ഉണ്ട്, 2 ദിവസം ഈ അധ്യാപകനെതിരെ ഒരു അന്വേഷണം നടത്തിയ. ഇതെന്ത് അന്വേഷണം നടത്താനുള്ളത്? സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇത്ര വളരെ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കല്ലേ, മെഡിക്കൽ എവിഡൻസ് റിപ്പോർട്ട് അവിടെ നിന്ന് വന്നിരിക്കല്ലേ, അവിടെ നിന്ന് തന്നെ ചൈൽഡ് ലൈനിൽ വിളിച്ച് അറിയിപ്പിച്ചിരിക്കുക. ഒരു നിയമം 5-ാമത്തെ ദിവസം വന്നു. ഇവിടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി, എന്റെ മൊഴി രേഖപ്പെടുത്തി. പോരാത്തതിന് അവിടെ നിന്ന് റൈറ്റർ അദ്ദേഹം എന്റെ കുഞ്ഞിന്റെ നിക്കർ ഊരി അവന്റെ ചന്തി ഭാഗം ഫോട്ടോ എടുത്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അദ്ദേഹം തന്നെ പറഞ്ഞത് അങ്ങനെ വിടാൻ പറ്റത്തില്ലെന്ന്. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, LP ക്ലാസ്സിലെ മക്കളെ പഠിപ്പിക്കുന്നത് അധ്യാപകരെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നിയമിക്കുന്നത്? 23-25 വയസ്സുള്ള പിള്ളേരാണോ പഠിപ്പിക്കാൻ ഏൽപ്പിക്കേണ്ടത്? ഈ അധ്യാപകർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മദറാണ്. ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചവനാ. ഇന്ന് പഠിപ്പിച്ച എല്ലാ അധ്യാപകരുമായിട്ട് ഇന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ബന്ധപ്പെട്ടത്. ഇന്നലെ TK ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച എനിക്ക് മാതാവ് തുല്യമായ അനീസ ടീച്ചർ ഞാൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞു.
ഹഷ്മി, വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. എന്തായാലും ഈ മെന്റൽ ട്രോമയിൽ നിന്ന് ഇതുവരെ കുട്ടി തിരികെ എത്തിയിട്ടില്ല. സ്ഥലത്ത് ഇപ്പോൾ വലിയ പ്രതിഷേധം KSUവിന്റെയും MSFന്റെയും SFIയുടെയും അടക്കം ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആ സ്ഥലത്ത് ഉയരുന്നുണ്ട്. കാരണം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഒരു റിട്ടേൺ പരാതിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകാം എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവായ ചർച്ചയാണ് സ്കൂൾ മാനേജ്മെന്റ് നടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത്. എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥയാണ്. സ്കൂളിന് മുമ്പിൽ ഇപ്പോൾ പോലീസിനെ അടക്കം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ മൊഴിയും അതുപോലെ തന്നെ ചൈൽഡ് ലൈൻ അടക്കമുള്ള ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ഥലത്തെ രാഷ്ട്രീയ പാർട്ടികളും കുട്ടിയുടെ മാതാപിതാക്കളും ഉന്നയിക്കുന്ന പരാതി. വാർത്തയുടെ വിവരങ്ങൾ നൽകി നമുക്ക് അടി കൊണ്ടിട്ടുണ്ട്. അടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷേ അതൊക്കെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കയ്യിലടിക്കുക, ബാക്കിലടിക്കുക, അടിച്ച് എന്താണ് തൊലി പൊട്ടുന്നവരടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭീകരമാണ്. അധ്യാപനത്തിലുള്ള സാഡിസ്റ്റാണ്. ശിക്ഷ ഉണ്ടാവട്ടെ, നടപടികൾ ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.